ഹായ് വെൽക്കം ടു another വീഡിയോ മൈ ഫ്രണ്ട്സ്. ഇന്നത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിന് മുന്നേ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് റെസിപ്പി ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. ഇതാണ് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇവിടെ ഞാൻ 1 കപ്പ് എന്ന് പറഞ്ഞിട്ട് മെഷർ ചെയ്യുന്നത് എൻ്റെ ഇവിടെയുള്ളൊരു ഗ്ലാസ്സിലാണ്. അത് നോർമൽ നമ്മൾ മെഷറിങ് സ്പൂണിൻ്റെ 1 കപ്പിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 1 കപ്പ് പ്ലെയിൻ ഫ്ലോർ മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ വീതം, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്. ഇതെല്ലാം കൂടി അരിപ്പയിലിട്ട് ഞാൻ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ടായിനി. കൊക്കോ പൗഡർ കുറച്ച് തരി പോലെയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ അതെല്ലാം മാറി കിട്ടി. ഞാൻ 3 മുട്ടേൻ്റെ കേക്കാണ് ആക്കുന്നത്. ഇതിൻ്റെ kg കണക്കൊന്നും എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേക്കാവും ഈ 3 മുട്ടേനെ കൊണ്ട്. അപ്പം 3 മുട്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ബീറ്ററിനോട് അടിച്ചെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് മാനുവൽ ഹാൻഡ് ബ്ലെൻഡറിനെ കൊണ്ട് അടിച്ചെടുക്കുക ചെയ്തേ. വേണമെങ്കിൽ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാര ഇട്ടു. ഈ ടൈമിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് വീഡിയോൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ ഷുഗറും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത്, ഇനി ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നല്ലോണം അടിച്ച് പൊങ്ങിച്ചെടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചെടുത്തു. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും. അപ്പോൾ ബാറ്ററിൻ്റെ പകുതി സൈഡ് റെഡിയായി. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ മിക്സും കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല സിമ്പിളാണ് ഈ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ടൈം ബീറ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. എല്ലാം ജസ്റ്റ് വിസ്കിനെ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ മാനുവൽ ബ്ലെൻഡറിനെ കൊണ്ടോ ചെയ്തെടുക്കുന്ന പണിയേ ഉള്ളൂ. പിന്നെ ബിഗ്നേഴ്സിന് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണിത്. കേക്കിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഞാനും ഒരു ബിഗ്നറാണ്. ഞാൻ അങ്ങനെ കുറേ ബേക്കിംഗ് ഒന്നും ചെയ്യില്ല. എപ്പോഴെങ്കിലും ഒരു പൂതിക്ക് ഇതുപോലെ ഒരു ചോക്ലേറ്റ് കേക്ക് ആക്കുന്നേ ഉള്ളൂ. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ബേക്കിംഗ് പ്രോസസ്സ്. ഞാൻ അവനിലൊന്നുമല്ല ബേക്ക് ചെയ്യുന്നത്, ഇഡ്ഡലീൻ്റെ തട്ടിൽ സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ ആദ്യം തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ച്, അപ്പോൾ ഞാനിവിടെ സിലിക്കോണിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തത്. നിങ്ങൾ വേറെ ഇപ്പോൾ സ്റ്റീലിലോ അലുമിനിയം എന്തെങ്കിലും കേക്ക് മോൾഡ് എടുക്കുന്നെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്ക് ബാറ്ററിൽ കുറച്ച് കേക്ക് ബാറ്റർ, ഒരു 1/3 കേക്ക് ബാറ്റർ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. സ്റ്റീമിലാകുമ്പോൾ ഒറ്റ അടിക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കേക്ക് ആക്കുന്നതിനേക്കാളും കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ആക്കുന്നതായിരിക്കും നല്ലത്. ഇനി അവനിലാണെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് കേക്ക് ആക്കാം. അപ്പോൾ അത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 30 to 35 മിനിറ്റ്സ് ഇത്രയാണ് ടൈം എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചുകൊണ്ട് 10 മിനിറ്റാണ് കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചേ. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കി ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്കായി. അതൊക്കെ കറക്റ്റ് 10 മിനിറ്റാണ് ഒരു കേക്ക് ആക്കാൻ വേണ്ടി എടുത്തത്. സിലിക്കോൺ മോൾഡ് ആകുമ്പോൾ കേക്കിൻ്റെ സൈഡ്സ് ഒന്നും ഒട്ടിപ്പിടിക്കില്ല. പിന്നെ കുറച്ച് ചൂട് പോയാൽ തന്നെ വേഗം വേറെ പ്ലേറ്റിലേക്ക് കേക്ക് തട്ടി മാറ്റിയെടുക്കാൻ പറ്റും. കേക്കിൻ്റെ ഒരു ലെയറായി. സ്റ്റീമിലാക്കി എപ്പോഴും നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ബാറ്ററും 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് കേക്ക്സ് ആക്കി. അങ്ങനെ 3 പ്രാവശ്യം 3 ലെയർ കേക്കാണ് ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ലെയർ വെച്ചപ്പോൾ ഞാൻ കറക്റ്റ് ടൈം നോട്ട് ചെയ്തതിന് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൂത്ത് പിക്ക് കുത്തി നോക്കിയിട്ട് കേക്ക് ആയിട്ടില്ല എന്ന് തോന്നുമെങ്കിൽ കുറച്ചധികം ടൈമും കൂടി വെച്ചോ. കാരണം ഓരോരോ സ്റ്റവിൻ്റെ ഫ്ലെയിം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ടൈമും മാറിയാലോ. അങ്ങനെ ഞാൻ 3 ചെറിയ ചോക്ലേറ്റ് കേക്ക്സ് ആക്കിയെടുത്തു. കേക്ക്സ് എല്ലാം നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിന്.
അപ്പോൾ ഇനി കേക്കിൻ്റെ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഫിനിഷിങ് പണിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ടായിന്. ഇത് ഞാൻ ടോഫി ലെയർ ചെയ്തിട്ടാണ് ഈ കേക്ക് ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നട്ട്സും ടോഫിയും നട്ട്സും ചോക്ലേറ്റും നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് കുറച്ച് ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് ബദാം കാഷ്യൂനട്ടെല്ലാം ഇട്ടു. ഇത് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുത്തിട്ട് ഇത് മിക്സറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ചെയ്തേ. ഞാൻ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ എടുത്തു. കേക്ക് ലെവലായിട്ടല്ല, അല്ലെങ്കിൽ ഹമ്പ് പോലെ ഉണ്ടെങ്കിൽ ആ മേലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്നുകിൽ ഡെക്കറേഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കേക്ക് ആക്കുമ്പോൾ തന്നെ തിന്നു, അല്ലെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷേപ്പ് മാറ്റി മുറിച്ച ഭാഗം തിരിച്ചിട്ടെല്ലാം വെച്ചിട്ട് സെറ്റാക്കുക ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു. ഷുഗർ വെറുതെ വെള്ളത്തിൽ ഷുഗർ മെൽറ്റ് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ആക്കുക. ഇത് കത്തിച്ച് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അത് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇനിയാണ് ടോഫി ലെയറിങ്. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ടോഫി ഉണ്ടാക്കിയിട്ട് ബാക്കിയായ ടോഫിയാണ് ഞാൻ ലെയർ ചെയ്യുന്നത്. ചോക്ലേറ്റും ടോഫിയും നല്ല കോമ്പിനേഷനാണ്. ഇനി ഫസ്റ്റ് ടൈമാണ് ഈ കേക്കിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ടോഫി ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഞാൻ മെൻഷൻ ചെയ്യാം. മേലെ നേരത്തെ കാരമലൈസ് ചെയ്തിട്ട് പൊടിച്ച് വെച്ച നട്ട്സ് ഇട്ട് ഇനി അതിൻ്റെ മേലെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്ത് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്തു. അങ്ങനെ കേക്കിൻ്റെ ലെയറിങ് ആയി. അപ്പോൾ ഇങ്ങനെ 2 ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് ബാക്കി കവറിങ് എല്ലാം ചെയ്തത്. വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് കേക്കിനെ മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാം. ഇത് കേക്കിന് ക്രീം സ്പ്രെഡ് ചെയ്യുന്ന സ്പാച്ചിലൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ പാനസോണിക്കിൻ്റെ മിക്സർ ഗ്രൈൻഡർ വാങ്ങിക്കുമ്പോൾ കിട്ടിയ അതിൻ്റെ ഉള്ളിലുള്ള ബ്ലേഡ് ടൈറ്റ് ആക്കാനും ബാറ്റർ ഇളക്കി കൊടുക്കാനെല്ലാം വേണ്ടി യൂസ് ചെയ്യുന്ന സ്പാച്ചിലയാണ്. അപ്പോൾ അത് ക്രീം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് വേറെ സ്പാച്ചിലൊന്നും ഞാൻ വാങ്ങാൻ നിന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ബേക്കിങ്ങും ഭയങ്കര കുറവാണ്. നാട്ടിലുള്ളപ്പോൾ പിന്നെയും കുറച്ചെല്ലാം എന്തെങ്കിലും കേക്ക്സ് എല്ലാം ആക്കി ട്രൈ ചെയ്തൊക്കെയുണ്ടായി. ഇവിടുന്ന് ഭയങ്കര കുറവാണ്. അങ്ങനെ കേക്കിൻ്റെ ക്രീമിട്ട് സെറ്റാക്കി. ഇനി ഗണാഷ് പ്രിപ്പറേഷൻ. ഗണാഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 150 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് എടുത്തത്. ഇത് കുറച്ച് സ്വീറ്റുള്ള കുക്കിംഗ് ചോക്ലേറ്റാണ്, ഡാർക്ക് ചോക്ലേറ്റ് അല്ല. പിന്നെ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടു. അതൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ചോക്ലേറ്റും ബട്ടറും ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീം. ഞാൻ 150 ഗ്രാം ചോക്ലേറ്റിന് 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തത്. കുറച്ച് തിക്ക് ഗനാഷാണ് ഞാൻ ആക്കുന്നത്, അതുകൊണ്ട് 100 ഗ്രാം. ഇല്ലെങ്കിൽ ലൂസ് ആക്കണമെങ്കിൽ ഞാൻ കുറച്ചും കൂടി അധികം ഫ്രഷ് ക്രീം ആഡ് ചെയ്യലാണ്. എന്നിട്ട് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടാണ് മേലെ ഡെക്കറേറ്റ് ചെയ്തത്. ഇത് പൈപ്പിംഗ് ബാഗിൽ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അല്ലെങ്കിൽ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് താഴേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. ബാക്കിയുള്ളത് സ്പൂണിനെ കൊണ്ട് തന്നെ ടോപ്പ് പോർഷനും കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ സിമ്പിളായിട്ടൊരു ചോക്ലേറ്റ് കേക്ക് റെഡിയായി. കാണാൻ വലുതായിട്ട് ലുക്കില്ലെങ്കിലും കേക്കിൻ്റെ ടേസ്റ്റും സോഫ്റ്റ് ടെക്സ്ചറും 100% ഗ്യാരണ്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Bye bye.